ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവം കേട്ടോ. മറ്റു സംഭവമല്ല, ഒരു സ്ഥലമാണ് കേട്ടോ. അതായത് ഒരു കെട്ടിടം, അതായത് ഒരു പഴയകാല കെട്ടിടം, ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളൊരു പള്ളിയാണ് കേട്ടോ. അതെവിടെയാണെന്നുള്ളത് നമ്മൾ മമ്പുറത്താട്ടോ. മമ്പുറത്ത് നമ്മുടെ കാണിച്ചു തരാം. അതാ നിങ്ങൾ കണ്ടോളി. ഇപ്പോൾ തൊട്ട് താഴേക്കൊരു സ്റ്റെപ്പുണ്ട്. ഈ സ്റ്റെപ്പ് ഇറങ്ങി അങ്ങോട്ട് എത്തണത് തന്നെ കുറച്ച് സ്റ്റെപ്പുണ്ട്. നമ്മളൊരു 50-60 സ്റ്റെപ്പാണ്ട് ഇറങ്ങണം. ഒരു അടിപൊളി പണ്ട് കാലത്തൊക്കെ ഒരുപാട് ഈ സലാത്തുകളും ദിക്കറുകളൊക്കെ ചൊല്ലി ഇരുന്നിരുന്നൊരു പള്ളിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ആ പള്ളീൻ്റെ ഭാഗം ഒന്ന് കണ്ടിട്ടാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ സ്റ്റെപ്പ് നേരെ താഴേക്കണ്ട് പോകുന്ന ആ പുഴയിലേക്കാണ്, നമ്മളെ കടലുണ്ടിപ്പുഴ. അതായത് മമ്പുറം ഭാഗത്ത് നല്ല അടിപൊളി സ്റ്റെപ്പൊക്കെ കുളിക്കാനൊക്കെ സെറ്റപ്പുള്ള ആ ഒരു പുഴയുടെ ഭാഗത്തേക്കാണ് പോകണമെന്നുള്ളതാണ് അത്ഭുതം. അപ്പോൾ എന്തായാലും ആ പോണ വഴി തന്നെയാണ് ഈ പള്ളിയിൽ കേട്ടോ. പഴയകാല ഒരു പള്ളിയാണ്, കാണാനൊരു അത്ഭുതമാണ്. കാരണം നമ്മളാരും കണ്ടിട്ടുണ്ടാവില്ല, ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ മമ്പുറം പോയിട്ടുണ്ടാകും, അവിടെ നമ്മൾ അതിനപ്പുറം തങ്ങൾപ്പപ്പൻ്റെ വീടും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ പള്ളി നമ്മൾ കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല, ഞാനും കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് കാണാൻ, ഞാനൊരു വീഡിയോയിൽ കണ്ടാണ് കേട്ടോ. പിന്നെ അപ്പോഴാണ് എനിക്ക് ഇങ്ങോട്ട് പോകാൻ തോന്നി. ഈ സംഭവം കണ്ടോളി, സെറ്റാണ്. ഇതാ നമ്മൾ ഏകദേശം എത്തി. ഇതൊരു ഗേറ്റ് ഉണ്ട്, ഒരു മഞ്ഞ ഗേറ്റ് ഉണ്ടല്ലേ, ഈ ഗേറ്റ് കാണാനാണ്. പിന്നെ ഇവിടെ താഴേക്കാണ് കേട്ടോ നമ്മൾ ആ ഒരു എന്താ പറയുക കുളിക്കടവും ആ ഒരു ഇത് തന്നെ ഒന്നു കൊടുക്കാൻ. അവിടെ പണ്ടൊക്കെ ആ പുഴയിൽ നിന്ന് ഒന്നു കൊടുത്തിട്ടായിരുന്നു ഈ പള്ളിയിലൊന്ന് നിസ്കരിച്ചിരുന്നത്. ഇതുണ്ടല്ലേ, ഇവിടെ ആദ്യമൊക്കെ ജുമൊക്കെ നടന്നിരുന്നെന്ന് പറഞ്ഞ് ഇവിടെ ആളുകളാണല്ലേ കുളിക്കാനും ഇതിനൊക്കെ ആയിട്ട് പോകുന്നത്. നല്ല സൗകര്യമാണ്, കാരണം സുഖമായിട്ട് വന്ന് കുളിച്ച് നമ്മളെല്ലാ കർമ്മം ചെയ്തിട്ട് രാവിലെ നമുക്ക് വന്ന് ഫുള്ള് ക്ലിയർ എത്തിയിട്ട് നമുക്ക് പോകാൻ നിസ്കരിക്കാനൊക്കെ സുഖമാണ്. ഒരുപാട് ആളുകൾ അങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ട്. കണ്ടേ, ഭയങ്കര പഴക്കമുണ്ട്, ഒരുപാട് പഴക്കമുണ്ട്. കാരണം ശരിക്കും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു അമ്പലത്തിൻ്റെ ഒക്കെ ഒരു സ്റ്റൈല് കാണില്ല അവിടെ. പണ്ടത്തെ പള്ളികളൊക്കെ അങ്ങനത്തെ നമ്മൾ പൊന്നാനിയിലെ സെൻറ്റ് മഖ്ദൂമിൻ്റെ പള്ളിയൊക്കെ കണ്ടിട്ടില്ലേ, ആ ഒരു രൂപമാണ്. ഇന്നത്തെ പള്ളികളാണ് നമ്മൾ വാർപ്പും കാര്യങ്ങളും മോഡലും സൗകര്യങ്ങളൊക്കെ ആയിട്ട് മാറിയത്. എന്നാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ പള്ളീൻ്റെ ഭാഗങ്ങളൊക്കെ എന്നാണ്ട് നിങ്ങൾ കണ്ടോളിട്ടാണ്. അപ്പോൾ ഓക്കെ, സെറ്റ്. ഈ പള്ളി ഞാൻ വീഡിയോയിൽ കൊണ്ടുവരാനുള്ള കാരണം വെച്ചാൽ ഒരുപാട് ആളുകൾ കാണാത്തുണ്ട്. അപ്പോൾ എന്തായാലും പരമാവധി ഷെയർ ചെയ്യട്ടോ. കാരണം കാണേണ്ട സംഭവങ്ങളാണ്. കാരണം അത്രയും വർഷം പഴക്കമുണ്ട്. എത്ര വർഷം പഴക്കമുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ല പഴക്കം ഒരാൾ പറഞ്ഞു ഒരുപാട് വർഷം പഴക്കമുണ്ട്. ഇത് മറ്റെന്താണ് ദിക്റുകളും സലാത്തുകളും ചൊല്ലിയിട്ട് അന്ന് തങ്ങൾപ്പാപ്പ ഇരുന്നതിനാണ്. പിന്നെ അതിന് ശേഷം പിന്നെ എന്താ പറയുക ജുമൊക്കെ അവിടെ നിസ്കരിച്ചിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് ഇനിയും വരും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ, ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കരുത്. അടിപൊളി വീഡിയോസ് വരും. അപ്പോൾ എല്ലാവർക്കും